നമ്മളിപ്പം തിരുപ്പരക്കുണ്ട്രം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നേക്കാം. മധുരയിൽ നിന്ന് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ട്രാവലേ ഉള്ളൂ. പക്ഷെ അടിപൊളി സ്ഥലം. പോലീസ് നോക്കി. അപ്പോൾ നമ്മളിന്ന് മധുരയ്ക്കാണ് പോകുന്നത്. രാവിലെ തന്നെ നമ്മൾ ട്രിവാൻഡ്രം സെൻറ്ററിലെത്തി 5:15 ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസിന് ടിക്കറ്റ് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു ഈ യാത്ര. ഒരൊറ്റ മൈൻഡ് ട്രിപ്പാണ്. അങ്ങനെ ട്രെയിനിൻ്റെ ഒരു സീറ്റും കിട്ടി നമ്മൾ യാത്ര തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കോവിൽപ്പട്ടി എത്തി. തമിഴ്നാടിൻ്റെ സ്വന്തം കടലമിഠായി ഗ്രാമം. അങ്ങനെ നമ്മളും അത് പറഞ്ഞാൽ അവിടെ നിന്ന് മേടിച്ചു. ഇടയ്ക്ക് ട്രെയിനൊന്ന് നിർത്തിയപ്പോൾ ബോട്ടിൽ ഫില്ല് ചെയ്യാനായിട്ട് അവിടുത്തെ വാട്ടർ വെൻഡിങ് മെഷീനിൽ പോയിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ ഈ പരിപാടി. പാക്ഡ് ഡ്രിങ്കിങ് വാട്ടറിനേക്കാളും ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്കത് തോന്നി. 3 രൂപയുള്ളൂ ഫില്ലിങ് ചാർജ് ആണ്. അങ്ങനെ അതും പിന്നീട് നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. ഇപ്പം മധുരയോട് അടുക്കാറാകുന്നു നമ്മൾ. ഈ കാണുന്നതാണ് തിരുപ്പരക്കുണ്ട്രം മല. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി നമ്മൾ മധുര ജംഗ്ഷനിലെത്തിയേ. ഇതാണ് മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. മധുര എത്തിയ ഉടനെ തന്നെ നമ്മൾ ആദ്യം നോക്കിയത് ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. കാരണം ട്രെയിനിൽ നിന്ന് ആപ്പാടെ രാവിലെ ഒരു കടലമിഠായി നമ്മൾ കഴിച്ചുള്ളൂ. ഭക്ഷണം കഴിക്കാനായി അത്യാവശ്യം തെറ്റില്ലാത്ത കടയിൽ തന്നെ നോക്കി കയറി. കാരണം ഇത്തരത്തിലുള്ള യാത്രയിൽ ഫുഡ് പോയ്സണിങ് ഭയങ്കര വിഷയമാണ്. അതുകൊണ്ട് കഴിവതും വെജിറ്റേറിയൻ ഫുഡും തന്നെ കഴിക്കുക. അങ്ങനെ ഫുഡ് മേടിച്ച് സെറ്റായി പുറത്തോട്ട് ഇറങ്ങി. ഇനി ലൊക്കേഷൻ വിട്ട് തിരുമല നായ്ക്കർ പാലസിലേക്ക് ആദ്യം നടക്കാം. മധുര ജംഗ്ഷനിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തോട്ടും നമുക്ക് നടന്ന് തന്നെ പോകാം. നടന്നങ്ങനെ നമ്മൾ തിരുമല നായ്ക്കർ പാലസ് എത്തി. അധികം നടക്കേണ്ടിയൊന്നും വന്നില്ല കേട്ടോ, അടുത്താണ്. ഇതാണ് അവിടുത്തെ ടിക്കറ്റ് നിരക്ക്. ഇനി അതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. പാലസിൻ്റെ അകത്തെ കാഴ്ച നമ്മളെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരിക്കലും പറയില്ല ഇത്തരത്തിലുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും അകത്ത് നമ്മൾ കാണാൻ പോകുന്നതെന്ന്. ഏകദേശം ഒരു 3 നില കെട്ടിടത്തിൻ്റെ അത്രയും തന്നെ ഹൈറ്റ് വരും അതിൻ്റെ ഓരോ തൂണുകൾക്കും. അങ്ങനെ നമ്മൾ പാലസിന് ചുറ്റും ഒന്ന് നടക്കാമെന്ന് തീരുമാനിച്ചു. എവിടെ നോക്കിയാലും ഒരു റോയൽ ലുക്കാണ്. അത് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. പാലസിന് ചുറ്റുമായിട്ട് ഇതുപോലെ നല്ല കല്ല് വിരിച്ച് ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ. അവിടെ നമുക്ക് കുറേ നേരം സംസാരിക്കാം. നല്ല ഭംഗിയാണ്, നല്ല ആംബിയൻസുമാണ്. അങ്ങനെ ആ ബ്യൂട്ടിഫുൾ പാലസ് ഒരു 360 ഡിഗ്രി വ്യൂവിൽ അങ്ങോട്ട് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞു. അടുത്തത് കൂടലഴകർ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഇനി ഓപ്പണിംഗ് ഉള്ളത് 4 മണിക്കാണ്. നമ്മൾ 2:30 ആയപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിരുന്നു. പിന്നെയും ടൈം ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് അടുത്തൊരു പ്രധാന സ്ഥലത്തോട്ട് പോകാമെന്ന് തീരുമാനിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മധുരയിൽ വന്നാൽ ഉറപ്പായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്തേക്കാണ്. തിരുപ്പരക്കുണ്ട്രം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടേക്ക് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. മധുര സിറ്റിയിൽ നിന്നും 7 കിലോമീറ്ററാണ് തിരുപ്പരക്കുണ്ട്രത്തേക്ക്. ഒരാൾക്ക് 17 രൂപയാണ് അവിടെ വരെയുള്ള ടിക്കറ്റ് നിരക്ക്. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് നമുക്കവിടെ എത്താം. അങ്ങനെ നമ്മൾ ആ സ്ഥലമെത്തി, തിരുപ്പരക്കുണ്ട്രം. സിറ്റിയിൽ നിന്നും മാറി ഒട്ടും തിരക്കില്ലാത്ത ശാന്തമായൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ തിരുപ്പരക്കുണ്ട്രം. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ തിരുപ്പരക്കുണ്ട്രം മുരുകൻ ടെമ്പിളും അതിനോട് ചേർന്ന് കാണുന്ന സിക്കന്ദർ മലയിലെ ദർഗയുമാണ്. ആദ്യം തന്നെ നമ്മൾ പോയത് തിരുപ്പരക്കുണ്ട്രം മുരുകൻ ടെമ്പിളിലേക്കാണ്. അവിടെയും അമ്പലത്തിൻ്റെ നട തുറന്നിട്ടില്ലായിരുന്നു. ഇനി അവിടെ നിന്നൊരു പ്രത്യേകിച്ച് കാര്യമില്ലാന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇനി നമ്മൾ പോകുന്നത് സിക്കന്ദർ മലയിലേക്കാണ്. സിക്കന്ദർ മലയിലേക്ക് പോകാൻ ഒരു ഫോറസ്റ്റ് റൂട്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വഴി പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് ഇതുപോലൊരു ബോർഡുണ്ട്. അത് മലയാളത്തിലായിരുന്നു എഴുത്ത്. ഈ വഴി പോകുന്നതിന് ചെറിയ റെസ്ട്രിക്ഷൻസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് ആ ഫോർമാലിറ്റീസും കഴിഞ്ഞ് നമ്മൾ മല കയറാൻ തുടങ്ങി. മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യമൊന്നും ഈ വഴിക്കില്ല കേട്ടോ. നല്ല കല്ല് വിരിച്ച മനോഹരമായ കാട്ടുപാതയിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. നമ്മളിപ്പം തിരുപ്പരക്കുണ്ട്രം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നേക്കണേ. സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ട്രാവലേ ഉള്ളൂ. പക്ഷെ അടിപൊളി സ്ഥലമാണ്. ഒരു 1 അവർ നടത്തുകൊണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ മാക്സിമം കയറാൻ പറ്റുന്നതിന് അത്രയും കയറും. കാരണം നമുക്ക് തിരിച്ച് മധുരയ്ക്ക് പോകാനല്ലേ. മധുരയിൽ പോയിട്ട് മീനാക്ഷി ടെമ്പിളും അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് സ്പോട്ടുകളും കാണാനുണ്ട്. അതിങ്ങനെ നിൽക്കണം. എന്തായാലും നമുക്ക് മാക്സിമം കയറാം. മടുക്കണ പോലെ ഒന്നും കാണിക്കില്ല വീഡിയോ എടുത്തോണ്ട്. നമുക്ക് വലിയ മടുപ്പൊന്നുമില്ല കേട്ടോ. നമ്മൾ ചുമ്മാ ഇത് സിമ്പിള്. ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ട് 30 മിനിറ്റേ ഉള്ളൂ. എൻ്റെ പൊന്നോ, ഇവിടെ നിന്ന മൊത്തം സിറ്റിയും കാണാലോ. ഹായ്, ഇതാണ് മധുര സിറ്റി. അപ്പുറേ ഒരു കോവിലുണ്ട് കണ്ടോ. ഇതൊക്കെ മലയുടെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതുണ്ടോ ആ മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച. ഇനിയും നമ്മൾ കയറാനുണ്ട്. ആ വഴി ഇപ്പോൾ നടന്നു വന്ന വഴി അതാ വ്യൂ. ആ, നമ്മളിപ്പോൾ ദർഗയിൽ പോകാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ടൈം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളിപ്പോൾ റിട്ടേൺ ഇറങ്ങുക.
നമ്മൾ ദർഗയിൽ കയറാൻ പറ്റിയില്ല, നമ്മളെ ഇറക്കി വിട്ടു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പം കുറച്ച് ഒരു പോലീസ് വന്നിട്ട് ഫോണൊന്നും അലൗഡല്ല എന്ന് പറഞ്ഞാൽ ദർഗയിൽ കയറേണ്ട, 5:30 മണിയായി, സമയം ഇതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞു. പോലീസ് നോക്കി. പിന്നെ നമ്മൾ പോലീസുകാരോട് തർക്കിക്കാനും നിന്നില്ല, പയ്യെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. നമ്മളങ്ങനെ തിരിച്ചിറങ്ങിയപ്പോൾ അമ്പലത്തിൻ്റെ നട തുറന്നിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഒരു സെൽഫി എടുത്ത് നമ്മളവിടെ നിന്ന് യാത്ര തിരിച്ചു. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് 2 കൂട്ടുകാരികൾ അവിടെ ഹോളി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതും അങ്ങനെ കണ്ടിരുന്നു. നമ്മളിവിടെ നിന്ന് തിരിച്ചിറങ്ങിട്ടോ. നമ്മളിനി അടുത്തത് മധുരയിലേക്ക് പോവാം, മധുര മീനാക്ഷി ടെമ്പിൾ. അവിടുത്തെ നട തുറക്കുന്ന സമയമായിട്ടുണ്ട്, വൈകിട്ട് 4 മണിയുടെ ഓപ്പണിംഗ് ഉണ്ട്, അതിന് പോവാം. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ സിറ്റിയിലേക്ക് ഒരു റിട്ടേൺ ഓട്ടോ കിട്ടിയത്. നല്ല അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു അതിൽ നമുക്ക് കിട്ടിയത്. 20 രൂപയാണ് ടിക്കറ്റ് ആയത്. ഇനി നമുക്ക് മധുരയുടെ സ്ട്രീറ്റ് ലൈഫ് ഒന്ന് കണ്ടുപോക്കാം. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. എവിടെ നോക്കിയാലും വളക്കടകളുണ്ട് കേട്ടോ, ധാരാളം. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അവിടെ എന്തോ റെനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇവിടെ അമ്പലത്തിൽ കയറാൻ പറ്റില്ല, നമ്മളിപ്പം മധുര എത്തി. ഫോൺ അലൗഡ് അല്ല, പിന്നെ ബാഗ് അലൗഡ് അല്ല, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് അകത്ത് കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നമുക്കൊരു ടെമ്പിളിൽ കയറാൻ പറ്റില്ല. മധുര മീനാക്ഷിയിൽ നമ്മൾ കയറി, നമുക്ക് ഫോൺ കയറ്റി നിങ്ങളെ വിഷ്വൽ കാണിക്കാൻ പറ്റില്ല, കാരണം ഫോണും കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്തിറങ്ങി ഒരു ചായ അടിക്കാൻ വന്നതാണ്. പിന്നെ ഇവിടുത്തെ ജിഗർദാണ്ട കഴിക്കാനാണ് ഞാൻ കാണിച്ചു തരാം. നല്ല സൂപ്പർ ചായ കേട്ടോ അവിടുത്തെ, പറയാതിരിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് മധുരയിൽ നൈറ്റ് ലൈഫിലേക്ക് പോവാം. അവിടുത്തെ സ്ട്രീറ്റും ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിൽ കൂടെ തന്നെയാണ് നടക്കുന്നത്. അവിടെ കുറേ കാഴ്ചകളുണ്ട്, ഇങ്ങനെ പല ഭാഗത്തും പല മനുഷ്യ ജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ മധുരയിലെ ഫേമസ് ജിഗർദാണ്ട ഷോപ്പിലേക്കാണ് പോകുന്നത്. മെയിനായിട്ടും 2 ടൈപ്പ് വെറൈറ്റിയാണ് ഉള്ളത്, ഒന്ന് സ്പെഷ്യലും ഒന്ന് നോർമലും. സ്പെഷ്യലിൽ ഐസ്ക്രീം വരും, അത്രമാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. നമ്മൾ സാധനം കുടിച്ചു കേട്ടോ, നമുക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ പാലട പായസം തണുപ്പിച്ച് കുടിക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഫേമസ് സ്പോട്ട് KMS അയ്യർ ടിഫിൻ ഷോപ്പാണ്. ഇങ്ങോട്ടേക്ക് പോയി നൈറ്റ് ഫുഡ് ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോയി. അവിടെ നമുക്ക് ഡൈനിങ് ഏരിയ ഒന്നുമില്ല, പക്ഷേ നമ്മൾ ഫുഡ് പറഞ്ഞിട്ട് പുറത്ത് ഇരുന്നാണ് കഴിക്കുന്നത്. അത് പ്യുവർ വെജാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പായിരുന്നു, നല്ല ആഹാരമായിരുന്നു. ഇനി നമ്മൾ തഞ്ചാവൂർ പോവാം. മധുര കഴിഞ്ഞു, മധുര എല്ലാം അത്യാവശ്യം കറങ്ങി കണ്ടു. ഇനി നമ്മൾ തഞ്ചാവൂർ പോവാം. ഓക്കെ. ഈ പോണത് മുഴുവൻ ഒറ്റ മൈൻഡിലാണ്, അതുകൊണ്ട് ടിക്കറ്റൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി ഒരു ട്രെയിൻ ഉണ്ടെന്നറിയാം, നെറ്റിൽ നോക്കി, അത്രേ ഉള്ളൂ അറിയുള്ളൂ. അപ്പോൾ രാത്രിക്കുള്ള ആ ട്രെയിനിന് തന്നെ കയറി രാത്രി തന്നെ തഞ്ചാവൂർ എത്താൻ പാകത്തിനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ട്രെയിൻ എടുത്തു, നമ്മളതിൽ കയറി നേരെ തഞ്ചാവൂർക്ക്. രാത്രി ഒരു 11-12 മണിയോടുകൂടി നമ്മൾ തഞ്ചാവൂർ സ്റ്റേഷനെത്തി. ഡോർമെട്രി മുഴുവൻ ബുക്ക്ഡ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ AC റെസ്റ്റ് റൂം എടുത്ത് മണിക്കൂറിന് 30 രൂപ കൊടുക്കും. അങ്ങനെ പിറ്റേ ദിവസം ഒരു 5 മണിക്ക് എണീറ്റ് നമ്മൾ നടപ്പ് തുടങ്ങി. രാവിലെ 6 മണിക്കാണ് തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്നത്. അത് ഫസ്റ്റിൽ തന്നെ നമുക്ക് കാണണം, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങിയത്. കൃത്യം നമ്മളവിടെ എത്തിയപ്പോൾ അത് തുറക്കുന്നേ ഉള്ളേ. നമ്മളാണ് ഫസ്റ്റ് ബാച്ച്. തഞ്ചാവൂരിലെ ഏറ്റവും ഫേമസ് സ്പോട്ട് ഇത് തന്നെയാണ്, അതുകൊണ്ടാണ് ഇവിടെ രാവിലെ തന്നെ ഇത്ര തിരക്ക്. ഷാർപ്പ് 6 മണിക്ക് തന്നെ ഗേറ്റ് ഓപ്പൺ ആക്കി നമ്മൾ അകത്തോട്ട് കിടന്നേ. അമ്പലത്തിൻ്റെ അകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഉൾപ്പെടെ നമ്മൾ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ട് വേണേ പോകാൻ. അതും കഴിഞ്ഞ് അകത്തോട്ട് കയറി. അകത്തെത്തിയപ്പോഴാണ് വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്ന് മനസ്സിലായത്. പിന്നെ അത്യാവശ്യം കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി. രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല. അപ്പം അമ്പലത്തിൻ്റെ അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അവിടെ ലെമൺ റൈസും റവലഡുവും ഉണ്ണിയപ്പവും ഒക്കെ ആയിരുന്നു ആഹാരം. നല്ല അടിപൊളിയായിരുന്നു. നമ്മളതെല്ലാം അവിടെ ഇരുന്ന് കഴിച്ച് ആസ്വദിച്ച് അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് നാട്ടിലേക്ക് സാധനങ്ങളും മേടിച്ച് അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ചു. അടുത്തത് തഞ്ചാവൂർ തന്നെ ഫേമസ് ആയിട്ടുള്ള വീണ മേക്കിംഗ് സെൻറ്ററിലേക്കാണ് പോയത്. അവിടെ ഓരോരുത്തരുടെ വീട്ടിലിങ്ങനെ വീണയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അത് അന്വേഷിച്ച് നമ്മളൊരു സ്ഥലത്തോട്ട് പോയി. ഈ സാധുക്കൾ ഇതിരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കും. ഇതിൻ്റെ ലാഭം മുഴുവൻ വിൽപ്പനക്കാർക്കാണ്. എവിടെയും ചൂഷണമാണല്ലോ. അതെല്ലാം കണ്ട് ശേഷം പാലസിലും പോയിട്ട് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കും. തിരിച്ചു പോകുമ്പോൾ നമ്മൾ മധുര ഇറങ്ങിയിട്ടാണ് പോകുന്നത്. കാരണം മധുരയിൽ നിന്ന് നൈറ്റാണ് ട്രിവാൻഡ്രത്തേക്ക് അടുത്ത ട്രെയിൻ. അപ്പം മധുരയിൽ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മധുരയിലെ ഓരോ ഫേമസ് സ്പോട്ടുകളും അന്വേഷിച്ചിറങ്ങി. അതിൽ ആദ്യത്തെയാണ് പ്രേം വിലാസ് ഹൽവ.
അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ഹൽവ 20 രൂപയാണ് ഈ ഒരു പീസിനാവുന്നത്. പിന്നെ കുറച്ച് നേരം ഷോപ്പ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ കടകളിലൊക്കെ കയറി കിടന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഡീസൻ്റ് റേറ്റിൽ അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു അത്. നല്ല ആഹാരമായിരുന്നു. അങ്ങനെ ആ 2 ദിവസത്തെ ട്രിപ്പിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തിരിക്കുകയാണ്. സ്റ്റേഷനിൽ പോയി ടിക്കറ്റും എടുത്ത് നമ്മൾ ട്രെയിൻ കാത്ത് നിന്നപ്പോൾ ട്രെയിനെത്തി. കുറേ നല്ല എക്സ്പീരിയൻസുകളുമായിട്ട് നമ്മുടെ ആ യാത്ര ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചി യാത്ര നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.